ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഇൻസെക്റ്റിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ചായിരുന്നു പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തന്നെ ബാക്കിയായിട്ടുള്ള ആ ഡൈജഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഡൈജഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും പഠിക്കുന്നത്. Okay, so the primary function of the gut, an insect gut, is to digest the ingested food and to absorb the metabolites. അതാണല്ലോ ഡൈജഷൻ്റെ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നത് എന്തിനാ, അലിമെൻ്ററി കനാലിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് കഴിക്കുന്ന ഫുഡിനെ, ഇൻജസ്റ്റ് ചെയ്യുന്ന ഫുഡിനെ എന്ത് ചെയ്യണം, ഡൈജസ്റ്റ് ചെയ്യണം, അതിൽ നിന്നും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ മെറ്റബോളൈറ്റ്സ് അബ്സോർബ് ചെയ്യണം. അതാണ് ഇൻസെക്റ്റ് അലിമെൻ്ററി കനാലിൻ്റെ മേജർ ഫങ്ഷൻ. The digestion process is enhanced with the help of enzymes and microbes which are produced by the digestive glands and the special cells. So ഇൻസെക്റ്റിലുള്ള ഡൈജഷൻ, ഈ ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് എൻസൈംസ്, രണ്ട് ഇൻസെക്റ്റ് ഗട്ടിലുള്ള മൈക്രോബ്സ്. ഇവർ രണ്ടുപേരുമാണ് ഈ ഡൈജഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലാൻസ് ഉണ്ട്. ഇതാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻസ് എന്ന് പറയുന്നത്. ആൻഡ് മൈക്രോബ്സിനെ ഹാർബർ ചെയ്യുന്ന സെൽസിനാണ് ഈ സ്പെഷ്യൽ സെൽസ് എന്നും പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം ഇൻസെക്റ്റിൻ്റെ ഡൈജസ്റ്റീവ് ഗ്ലാൻസിൻ്റെ ഏറ്റവും ഫസ്റ്റ് മെമ്പർ ആണ് സലൈവറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പം സലൈവറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോർമലി എന്തായിരിക്കും, സലൈവ ആയിരിക്കും. സോ ഈ സലൈവയ്ക്ക് കുറച്ച് ഡൈജസ്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്. ഇനി അതുകൂടാതെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്? ഒന്ന്, ഇറ്റ് ഈസ് ടു മോയിസ്റ്റൻ ആൻഡ് ടു ഡിസോൾവ് ദ ഫുഡ്. ഈ സലൈവ നമ്മുടെ സലൈവയുടെ അതേ ഫങ്ഷനുണ്ട്. ഫുഡിനെ മോയിസ്റ്റ് ചെയ്യും, ചില ഫുഡിനെ ലിക്വിഡിൽ അതായത് വെള്ളത്തിൽ അലിയുന്ന ഫുഡിനെ അത് ഡിസോൾവും ചെയ്യും. ടു ലൂബ്രിക്കേറ്റ് ദ മൗത്ത് പാർട്സിന് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കാനായിട്ട്. ടു ആഡ് ഫ്ലേവർ ടു ദ ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സ്. ഓക്കെ, ഈ സലൈവറീസ് അല്ലെങ്കിൽ സലൈവ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗസ്റ്റേറ്ററി റിസപ്റ്റേഴ്സിന് ഒരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഈ സലൈവ ഉപയോഗിക്കും. ദെൻ ഇൻ കോക്രോച്ചസ്, ഈ ഓരോ ഇൻസെക്റ്റിൻ്റെ പേരെടുത്ത് പറയുന്നത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. കാരണം അത് നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഇൻ കോക്രോച്ച് ദ സലൈവ കണ്ടെയ്ൻസ് അമൈലേസ് ഫോർ ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്. ഈ അമൈലേസ് എന്ന് പറയുന്നത് നമ്മുടെ സലൈവയിലും ഉണ്ട്. അത് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈമാണ് ഈ അമൈലേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ഇൻ ദി സലൈവ ഓഫ് കോക്രോച്ച്. ഇൻ ഹണി ബീസിൻ്റെ കേസസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഇൻവെർട്ടേസ്. കാരണം അവർ സക്ക് ചെയ്യുന്ന നെക്ടർ എന്ന് പറയുന്നത്, അവരുടെ ഫുഡ് എന്ന് പറയുന്നത് നെക്ടറാണല്ലോ, ഹണി ബീസിൻ്റെ ഫുഡ് നെക്ടറാണ്. ഈ നെക്ടർ എന്ന് പറയുന്നത് സുക്രോസ് ആണ്. ഓക്കെ, അതൊരു പോളി സാക്രൈഡാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ മോണോസാക്രൈഡ്സ് ചേർന്നുണ്ടാകുന്ന ഒരു പോളിസാക്രൈഡാണ് എന്തെന്ന് പറയുന്നത്, സുക്രോസ് എന്ന് പറഞ്ഞാൽ. സുക്രോസ് ഒരിക്കലും ഇൻസെക്റ്റ് ബോഡി അബ്സോർബ് ചെയ്യത്തില്ല. അപ്പോൾ അതിനെ എന്താക്കണം, അതിനെ കുഞ്ഞു 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 പാർട്സ് ആക്കണം അല്ലേ. അപ്പം സുക്രോസിനെ കൺവേർട്ട് ചെയ്യുന്നു എന്തൊക്കെയായിട്ട്, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻവെർട്ടേസ് എൻസൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ ഈ ഇൻസെക്റ്റ് ഹണിബീസിൻ്റെ ഫുഡായിട്ടുള്ള നെക്ടറിനെ കൺവേർട്ട് ചെയ്ത് സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ടുള്ള എന്താക്കി മാറ്റാൻ പറ്റുള്ളൂ, ഫ്രക്ടോസും ഗ്ലൂക്കോസുമാക്കി മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ സുക്രോസിനെ ഹണിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഹണിബിയുടെ സലൈവയിൽ കാണുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. ഇനി ജാസിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചാഴി അല്ലെങ്കിൽ മുഞ്ഞ പോലെയുള്ള ഒരു ജീവിയാണ് ഈ ജാസിഡ് എന്ന് പറയുന്നത്. അത് ഒരു നമ്മുടെ പ്ലാന്റ്സിൽ നിന്നും നീരൂറ്റി കുടിക്കുന്ന ഒരു ജീവിയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ സലൈവയിൽ എന്തുണ്ടാക്കും, ലിപ്പേസ് ആൻഡ് പ്രോട്ടിയേസസ് ഫോർ ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ ഡൈജഷൻ. ഓക്കെ, ലിപ്പിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതായത് പ്ലാന്റിൽ നിന്നും സക്ക് ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പം പ്ലാന്റിൻ്റെ ബോഡിക്കുള്ളിലേക്ക് കയറണം. അപ്പോൾ സെല്ലിൻ്റെ സൈഡിലുള്ള ഈ ലിപ്പോ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്താൽ മാത്രമേ ആ സെല്ലിൽ നിന്നും എന്ത് സക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, പ്ലാന്റ് സാപ്പ് അല്ലെങ്കിൽ സെൽ സാപ്പ് സക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ ഇൻസെക്റ്റിന് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഡൈജഷന് വേണ്ടിയിട്ട് ആണ് in jacids the saliva contains lipase for the digestion of lipids and protease for the digestion of proteins.
Then jacet saliva also contains toxins which produces tissue necrosis and phytotoxemia in the plant parts. അതുകൊണ്ടാണ് ഈ ചാഴിയൊക്കെ വന്ന് കുത്തി കഴിയുമ്പം അല്ലെങ്കിൽ നീരൂറ്റി കുടിച്ച് കഴിയുമ്പം ആ പർട്ടിക്കുലർ പ്ലാൻ പാർട്ട് ബ്രൗൺ കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിൽ കാണാനായിട്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ടോക്സിൻ ഉള്ളത് കൊണ്ടാണ്. ജാസിഡ്സിൻ്റെ സലൈവയിൽ അല്ലെങ്കിൽ ഏതൊരു നീരൂറ്റി കുടിക്കുന്ന സക്കിങ് ഇൻസെക്റ്റിൻ്റെയും സലൈവയിൽ ഈ ടോക്സിൻസ് ഉണ്ടാവും. ഇറ്റ് പ്രൊഡ്യൂസസ് ടിഷ്യൂ നെക്രോസിസ്. നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ആ ബ്രൗണിങ്, ആ പർട്ടിക്കുലർ ബ്രൗണിങ്ങിനെയാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. And phytotoxemia on the plant parts. In plant bug, saliva contains pectinase which helps in stylet penetration and extraintestinal digestion. Okay, and in mosquito the saliva contains anticoagulant which prevents the blood clotting. അപ്പോൾ മോസ്കിറ്റോ എന്ന് പറയുന്നത് ബ്ലഡ് സക്കിംഗ് ആണ്. അപ്പം അവർ സക്ക് ചെയ്തിരിക്കുന്ന ബ്ലഡ് ക്ലോട്ട് ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ക്ലോട്ട് ആവാതിരിക്കാൻ ഇവർ നമ്മുടെ ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, ഒരു ആൻറ്റി കൊയാഗുലന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിൽ നിന്നും ബ്ലഡ് സക്ക് ചെയ്ത് എടുക്കുന്നത്. അതുകൊണ്ട് സക്ക് എടുക്കുന്ന ബ്ലഡ് ഒരിക്കലും അവരുടെ വായിലെത്തുമ്പോഴത്തേക്കും ക്ലോട്ടായി പോകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഗോൾമിഡ്ജ്. ഗോൾമിഡ്ജും ഇതുപോലെ നീരൂറ്റി കുടിക്കുന്നൊരു ജീവിയാണ്. ദ സലൈവ കണ്ടെയ്ൻസ് ഇൻഡോൾ അസറ്റിക് ആസിഡ്. ഈ ഗോൾമിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഒരു പ്ലാന്റിൽ വന്ന് ഈ ഇൻഡോൾ അസറ്റിക് ആസിഡ് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിയുമ്പം അതെന്താവും, അത് എൻലാർജ് ചെയ്ത് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ, അതായത് പർട്ടിക്കുലർ ഇൻസെക്റ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലൊരു ഗോളായിട്ട് മാറും. ഒരു ടിഷ്യൂ എൻലാർജ്മെൻറ്റ് അവിടെ നടക്കും. ആ പ്ലാന്റിൻ്റെ ടിഷ്യൂ എൻലാർജ്മെൻറ്റ് നടക്കും, അല്ലെങ്കിൽ പർട്ടിക്കുലർ സെല്ലിൻ്റെ സെൽ എൻലാർജ്മെൻറ്റ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ പർട്ടിക്കുലർ ഇൻസെക്റ്റിന് അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാനുള്ളൊരു സ്പേസ് അത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് സലൈവ കണ്ടെയ്ൻസ് ഇൻഡോൾ അസറ്റിക് ആസിഡ്. ഇൻഡോൾ അസറ്റിക് ആസിഡ് ഒരു ഹോർമോണാണ്, ഓക്സിഡാണ് ഇൻഡോൾ അസറ്റിക് ആസിഡ്. അപ്പം ഓക്സിഡ് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റിന് നോർമലായിട്ടും ഗ്രോത്ത് ഉണ്ടാവും അല്ലേ, വിച്ച് പ്രൊഡ്യൂസസ് ഗോൾസ് ഓൺ ദി plant parts. In disease transmitting insects, that is vectors, the saliva paves way for the entry of the pathogens. Okay, അപ്പം ഇതെല്ലാമാണ് ഓരോ ഇൻസെക്റ്റിനും സലൈവ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജനറലുള്ള ഉപയോഗം, അതായത് മോയ്സ്ചർ ആൻഡ് ഡിസോൾവ് ദ ഫുഡ്, lubricate the mouth parts, add flavor to the gustatory receptors. പിന്നെ നമ്മൾ പറയുന്ന എല്ലാം പർട്ടിക്കുലർ ഇൻസെക്റ്റിന് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ പറയുന്നത് എല്ലാം. ഓക്കെ, then comes the hepatic CK and midgut epithelial cells. ആദ്യം നമ്മൾ പറഞ്ഞ സലൈവറി ഗ്ലാൻഡ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ഹെപ്പാറ്റിക് CK. ഹെപ്പാറ്റിക് CK എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് ഇവരാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഈ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ സെക്രീഷൻ നടത്തും. ഓക്കെ, ഒന്ന് ഹോളോക്രൈനും രണ്ട് മീറോക്രൈൻ. Two types of cells were involved in the enzyme secretion. Okay, ഒന്ന് ഹോളോക്രൈൻ സെൽസ്, രണ്ട് മീറോക്രൈൻ സെൽസ്. ഹോളോക്രൈൻ സെൽസ് എന്ന് പറഞ്ഞാൽ their epithelial cells disintegrate in the process of enzyme segregation. മീറോക്രൈൻ സെൽസ് എന്ന് പറഞ്ഞാൽ enzyme secretion occurs without cell breakdown. ഹോളോക്രൈൻ സെൽസ് എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ എൻസൈം സെക്രീറ്റ് ചെയ്തുകൊണ്ട് ആ എപ്പിത്തീലിയൽ സെൽസ് തന്നെ നശിച്ചു പോകും. ഓക്കെ, മൈറോക്രൈൻ എന്ന് പറഞ്ഞാൽ അവിടെ സെല്ലിന് കുഴപ്പമൊന്നുമില്ല, എൻസൈം സെക്രീറ്റ് ചെയ്ത് പുറത്തേക്കായിരിക്കും കൊടുക്കുന്നത്, എൻഡോക്രൈൻ ഗ്ലാൻസിലേക്ക് എന്ത് ചെയ്യും, സെക്രീറ്റ് ചെയ്ത് വിടും. ഓക്കെ, അതാണ് ഹോളോക്രൈൻ സെൽസും മീറോക്രൈൻ സെൽസ്. ഈ രണ്ട് ടൈപ്പ് എപ്പിത്തീലിയൽ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡൈജസ്റ്റീവ് ജ്യൂസസ് സെക്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ് ഉള്ളതെന്ന് ഇത് അത്രയും ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ തന്നെ പഠിച്ചാൽ മതി, കാരണം ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഇനി ഫൈറ്റോഫാഗസ് ലാർവ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ലാർവ എന്നാണ്. ഫൈറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ ഫുഡായിട്ടുള്ള ഫീഡ് ചെയ്യുന്ന ലാർവ എന്നാണ് ഫൈറ്റോഫാഗസ് ലാർവയുടെ അർത്ഥം. അവരുടെ എൻസൈംസ് അല്ലെങ്കിൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അമൈലേസ്, വിച്ച് സ്റ്റാർച്ച് ആയിരിക്കും അതിൻ്റെ സബ്സ്ട്രേറ്റ്. സ്റ്റാർച്ചിനെ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, അമൈലേസ്. മാൾട്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ മാൾട്ടേസ്, സുക്രോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഇൻവെർട്ടേസ്. ഈ മൂന്ന് ടൈപ്പ്
എൻസൈംസ് ആണ് ആരിൽ കാണുന്നത്? ഫൈറ്റോഫാഗസ് ലാർവയിൽ കാണുന്നത്. ഇനി ഒംനിവോറസ് ഇൻസെക്ട്സ് കാണുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പ്രോട്ടീസ് ഉണ്ടാവും, ലിപ്പിഡ് ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്പേസസ് ഉണ്ടാവും. നെക്ടർ ഫീഡേഴ്സിൽ സുക്രോസിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഇൻവെർട്ടേസ് ഉണ്ടാവും. ഇനി വുഡ് ബോറിംഗ് സെറാംബിസിഡ് ഗ്രബ് ആൻഡ് ടെർമൈറ്റ്സ് ഇവരിൽ കാണുന്നത് സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ലുലേസ് എന്നൊരു എൻസൈം ആയിരിക്കും കാണുന്നത്. ദെൻ മീറ്റ് ഈറ്റിംഗ് മാഗറ്റ്സിൽ കാണുന്നത് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൊളാജിനേസ്. ദെൻ ബേർഡ് ലൈസിൽ കെരാറ്റിൻ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കെരാറ്റിനേസ്. ഓക്കെ, ഈ എൻസൈംസ് ഇതുപോലെ അങ്ങ് പഠിച്ചാൽ മതിയാവും. നെക്സ്റ്റ് ദ മൈക്രോബ്സ്. ദെർ ആർ സെവറൽ മൈക്രോബ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡൈജഷൻ. ആദ്യം നമ്മൾ പറഞ്ഞു കുറച്ച് ഗ്ലാൻസ് ഉണ്ടാവും, അതുപോലെ മൈക്രോബ്സിനെ ഹൗസ് ചെയ്യുന്ന സ്പെഷ്യൽ സെൽസും ഉണ്ടാവും. In insect body, few cells house the symbiotic microorganisms called as mycetocyte. Important ആണ്. ഇൻസെക്റ്റ് ബോഡിയിൽ മൈസെറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെഷ്യൽ സെൽസിലാണ് സിംബിയോട്ടിക് മൈക്രോ ഓർഗാനിസംസിനെ ഷെൽട്ടർ ചെയ്യുന്നത്. These mycetocytes aggregate to form an organ called the mycetome. ഓക്കെ, മൈസെറ്റോസൈറ്റ് എന്ന് പറയുന്ന സെൽസ് കുറേ മൈസെറ്റോസൈറ്റ്സ് ചേർന്ന് കഴിഞ്ഞ് അതൊരു എന്തായി മാറും? ഒരു ഓർഗനായി മാറും. അതിന് മൈസെറ്റോം എന്ന് പറയും. ഓക്കെ, ഇനി എന്തൊക്കെ ആണ് ഈ മൈക്രോബ്സ്? ഏതൊക്കെ മൈക്രോബ്സ് ആണ് ഏതൊക്കെ ഇൻസെക്ട്സിലാണ് കാണുന്നത്? ആദ്യത്തേത് ഫ്ലജല്ലേറ്റ് പ്രോട്ടോസോവ. Flagellate protozoa, it produces the cellulase for the cellulose digestion in termites and the wood cockroach. Okay, അപ്പം ഈ ടെർമൈറ്റ്സ് ഇൻസെക്ട്സിന് അല്ലെങ്കിൽ ആനിമൽസിന് ഒരിക്കലും സെല്ലുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. കാരണം അവരുടെ ബോഡിയിൽ സെല്ലുലോസ് ഇല്ലാത്തത് കൊണ്ട് ബോഡി ഡൈജഷൻ അല്ലെങ്കിൽ ഫുഡ് ഡൈജഷനിന് സെല്ലുലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതിന് പകരം അവർ ഇൻസെക്ട്സ് തേടുന്നൊരു ഹെൽപ്പാണ് ഈ ഫ്ലജലേറ്റ് പ്രോട്ടോസോവയിൽ നിന്നും. കാരണം അവർക്ക് ഈ സെല്ലുലേസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് പ്ലാന്റ്സും പ്ലാന്റ് മെറ്റീരിയൽസും ആണല്ലോ. അപ്പം സെല്ലുലോസ് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള എൻസൈം സെല്ലുലേസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഈ ഫ്ലജലേറ്റ് പ്രോട്ടോസോവ പ്രൊഡ്യൂസ് ചെയ്യും. പകരം ഈ ഫ്ലജലേറ്റ് പ്രോട്ടോസോവയ്ക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ആരുണ്ടാക്കി കൊടുക്കും? ഈ ടെർമൈറ്റ്സും വുഡ് കോക്രോച്ചും ഉണ്ടാക്കി കൊടുക്കും. അവിടെയാണ് ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ഇനി ബാക്ടീരിയ കാണുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ വാക്സ് ഡൈജഷൻ ഇൻ വാക്സ് മോത്ത്. വാക്സ് മോത്തിൽ വാക്സിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആരുണ്ടാവും? ഒരു ബാക്ടീരിയ ഉണ്ടാവും. ബെഡ് ബഗ്സ് ആൻഡ് കോക്രോച്ചസ് ഒബ്റ്റെയിൻ വൈറ്റമിൻസ് ആൻഡ് അമിനോ ആസിഡ്സ് ഫ്രം മൈക്രോബ്സ്. ഓക്കെ, ഈ മൈക്രോബ്സിൽ നിന്നും വൈറ്റമിൻസും അമിനോ ആസിഡ്സും ആരൊക്കെ എടുക്കും? ബെഡ് ബഗും കോക്രോച്ചും എടുക്കും. ഇതൊക്കെ മേജർ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇപ്പം മേജർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്ലജലേറ്റ് പ്രോട്ടോസോവയാണ്. ടെർമൈറ്റ്സിൽ പർട്ടിക്കുലർ എക്സാമ്പിൾ ആണത്. ഓക്കെ, ഇതാണ് മൈക്രോബ്സ് ഇൻ ഡൈജഷൻ. ദെൻ എങ്ങനെയാണ് ഈ മൈക്രോബ്സ് ഒരു ഇൻസെക്റ്റിൽ നിന്നും മറ്റൊരു ഇൻസെക്റ്റിലേക്ക് ട്രാൻസ്മിറ്റഡ് ആകുന്നത്? അതായത് ഒരു ഉറുമ്പിൽ നിന്നും മറ്റൊരു ഉറുമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു കോക്രോച്ചിൽ നിന്നും മറ്റൊരു കോക്രോച്ചിലേക്ക് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് മൈക്രോബ്സ് ആർ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ത്രൂ ഫുഡ് എക്സ്ചേഞ്ച്, മൗത്ത് ടു മൗത്ത് ഫീഡിങ്. ഈ പിക്ചറിൽ കാണുന്നത് ആൻറ്റിലുള്ള മൗത്ത് ടു മൗത്ത് ഫീഡിങ് ആണ്. ഇറ്റ് ഈസ് ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ചിന് പറഞ്ഞ പേരാണ് ട്രൊഫലാക്സിസ്. ട്രൊഫലാക്സിസ് എന്ന് പറഞ്ഞാൽ മൗത്ത് ടു മൗത്ത് ഫീഡിങ്, അതായത് ഫുഡ് എക്സ്ചേഞ്ച് ഫ്രം വൺ പേഴ്സൺസ് മൗത്ത് ടു ദ അതർ പേഴ്സൺസ് മൗത്ത്. അതിനാണ് നമ്മൾ ട്രൊഫലാക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രാൻസ്മിഷൻ എഗ്ഗ് വഴിയാണ്, അതായത് ഒരു ഇൻസെക്റ്റ് ബോഡിയിൽ നിന്നും അതിൻ്റെ എഗ്ഗ് വഴിയാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നതെങ്കിൽ അതിന് നമ്മൾ ട്രാൻസ് ഒവേറിയൽ ട്രാൻസ്മിഷൻ എന്ന് പറയും. ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇൻ പ്ലാന്റ് ബഗ് ആൻഡ് ആൻഡ് ലയൺ ഗ്രാബ് ദ പാർഷ്യൽ ഡൈജഷൻ ഒക്വേഴ്സ് ഇൻ ദ ഹോസ്റ്റ് ബോഡി പ്രയർ ടു ഫുഡ് ഇൻജക്ഷൻ. അതായത് ഫുഡ് ഈ പർട്ടിക്കുലർ ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പുറത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ അവരുടെ ഫുഡ് കുറച്ച് പാർഷ്യലായിട്ടൊന്ന് ഡൈജസ്റ്റ് ചെയ്യും. അത് ഈ പ്ലാന്റ് ബഗ്സിനും ആൻഡ് ലൈൻ ഗ്രബും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പ്ലാന്റ് ബഗ് പ്ലാന്റിൽ വെച്ച് തന്നെ അതിനെ ഒന്ന് എന്ത് ചെയ്യും? സിമ്പിൾ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടാണ് ആ പ്ലാന്റിൽ മൗത്തിലേക്ക് അല്ലെങ്കിൽ ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഡൈജഷൻ നമ്മൾ പറയുന്ന പേരാണ് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ. അതായത് ഇൻറ്റസ്റ്റൈനിന് പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷനാണ് എന്ത്? എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ പ്ലാന്റ് ബഗ്സ് ആൻഡ് ലയൺ ഗ്രബ്.
ഈ 2 ടൈപ്പ് ഇൻസെക്ട്സിലാണ് നമുക്ക് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ 3 വാക്കുകൾ പഠിച്ചു. ഒന്ന് ട്രോഫലാക്സിസ്, വിച്ച് ഈസ് മൗത്ത് ടു മൗത്ത് ഫീഡിങ്. ദെൻ ട്രാൻസ് ഒവേറിയൽ ട്രാൻസ്മിഷൻ, ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ത്രൂ ദി എഗ്, അതായത് ഒരു ഫസ്റ്റ് ജനറേഷനിൽ നിന്നും സെക്കൻഡ് ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ് ഒവേറിയൽ ട്രാൻസ്മിഷൻ ത്രൂ എഗ്. ദെൻ ദ എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ, അതായത് ഇൻറ്റസ്റ്റൈന് പുറത്ത് വെച്ച് നടക്കുന്ന ഡൈജഷനാണ് എന്ത് എക്സ്ട്രാ ഇൻറ്റസ്റ്റൈനൽ ഡൈജഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബ്സോർപ്ഷൻ. എങ്ങനെയാണ് ഈ ഇൻസെക്റ്റ് ബോഡി ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്തു, ഫുഡ് ഡൈജസ്റ്റ് ചെയ്തു, ഡൈജസ്റ്റീവ് എൻസൈംസും ഈ മൈക്രോബ്സിനെയൊക്കെ വെച്ചിട്ട് ഫുഡ് ഡൈജസ്റ്റ് ചെയ്തു. ഈ ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്നും മെറ്റബോളൈറ്റ്സിനെ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മൈക്രോവില്ലൈ. ഹ്യൂമൻ ബോഡിയുടെ അല്ലെങ്കിൽ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ഈ മൈക്രോവില്ലൈ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ദ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് ത്രൂ ദ മൈക്രോവില്ലൈ ഓഫ് ദ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസ് ബൈ ഡിഫ്യൂഷൻ. മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിലാണ് മൈക്രോവില്ലൈ കാണുന്നത്. ഈ മൈക്രോവില്ലയിലൂടെ ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് അയോൺസ് ഒക്കേഴ്സ് ത്രൂ റെക്റ്റം, അതായത് ഹൈൻഡ് ഗട്ടിൻ്റെ ലാസ്റ്റ് പോർഷനായ റെക്റ്റത്തിലാണ് എന്ത് വാട്ടറും അയോൺസും അബ്സോർബ് ചെയ്യുന്നത്. മുമ്പും അബ്സോർപ്ഷൻ നടക്കും. ഓക്കെ, ഇനി ചില സ്പെഷ്യൽ കേസസ് ആണ് പറയുന്നത്. കോക്രോച്ചിൽ ലിപ്പിഡ് അബ്സോർപ്ഷൻ ഒക്കേഴ്സ് ത്രൂ ദ ക്രോപ്പ് റീജിയൻ, അതായത് ഫോർഗട്ടിൻ്റെ ക്രോപ്പ് എന്ന റീജിയനിൽ വെച്ചിട്ടാണ് ലിപ്പിഡ് അബ്സോർപ്ഷൻ നടക്കുന്നത്. എന്തിൽ? കോക്രോച്ചസിൽ ലിപ്പിഡ് അബ്സോർപ്ഷൻ നടക്കുന്നത് ക്രോപ്പിൽ വെച്ചിട്ടാണ്. എല്ലാ ഇൻസെക്ട്സിലും അല്ല, കോക്രോച്ചിൽ. ഇനി ടെർമൈറ്റ്സ് ആൻഡ് സ്കെറാബിഡ്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ഗ്രബ്സ് ആണ്. ഓക്കെ, ബീറ്റിൽസ് ആണ് സ്കെറാബിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ടാക്സോണമി നമ്മൾ പഠിക്കും. ദ അബ്സോർപ്ഷൻ ഒക്കേഴ്സ് ത്രൂ ഇലിയം. ഇപ്പം മെജോറിറ്റി ഓഫ് ദി ഇൻസെക്ട്സിൽ മേജർ അബ്സോർപ്ഷൻ നടക്കുന്നത് മിഡ്ഗട്ടിൽ വെച്ചിട്ടാണ്. ബട്ട് ഇൻ കേസ് ഓഫ് ടെർമൈറ്റ്സ് ആൻഡ് സ്കെറാബിഡ്സ് അവരുടെ മേജർ അബ്സോർപ്ഷൻ നടക്കുന്നത് ഇലിയത്തിൽ വെച്ചിട്ടാണ്. കാരണം അവിടെയാണ് ആരുള്ളത്? നമ്മുടെ പർട്ടിക്കുലർ ഇൻസെക്റ്റ് അല്ലെങ്കിൽ ആ ഫ്ലജെല്ലേറ്റ് പ്രോട്ടോസോവ ഉള്ളത്, ഹൂ ക്യാൻ ഡൈജസ്റ്റ് ദി സെല്ലുലോസ്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ അബ്സോർപ്ഷൻ ഇലിയത്തിൽ വെച്ച് നടക്കുന്നത്. In solid feeders, resorption of water from the feces occurs in the rectum and the feces are expelled as pellets. അത് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോളിഡ് ഫീഡേഴ്സിൻ്റെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് പെല്ലറ്റ്സ് ആയിരിക്കും. ഏറ്റവും കോൺസെൻട്രേറ്റഡ് ഫോമിലാണ്, അതായത് അതിലുള്ള വെള്ളം മൊത്തം അബ്സോർബ് ചെയ്ത് ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെല്ലറ്റ് ഫോമിലാണ് അവരുടെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ പുറത്തേക്ക് തള്ളുന്നത്. അതേസമയം സാപ്പ് ഫീഡേഴ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ഫീഡേഴ്സ് ആണെങ്കിൽ അവരുടെ ഫീസസ് ലിക്വിഡ് ആയിരിക്കും. കാരണം അവർക്ക് വെള്ളം അധികമാണ്. ഓക്കെ, ആ അധികമുള്ള വെള്ളവും അവർ ഈ ഫീസസ് വഴി എക്സ്പെൽ ചെയ്ത് കളയും. സോ ദ ലിക്വിഡ് ഫീസസ് ഓഫ് ദ ഹോമോപ്റ്ററൻ ബഗ്സ്, അതായത് ഏഫിഡ്സ്, മിലി ബഗ്സ്, സ്കെയിൽസ്, സിലറ്റ്സ് എക്സെട്ര വിത്ത് ദി സോലബിൾ ഷുഗേഴ്സ് ആൻഡ് അമിനോ ആസിഡ്സ് ഇസ് നോൺ ആസ് ഹണി ഡ്യൂ. ഈ ഹോമോപ്റ്ററൻ ഇൻസെക്ട്സിൻ്റെ ആ പർട്ടിക്കുലർ ലിക്വിഡ് ഫീസസ്, ആ ലിക്വിഡ് ഫീസസിൽ വെള്ളം ഉണ്ടാവും, അതുപോലെ തന്നെ സോലുബിൾ ഷുഗർ ഉണ്ടാവും, അമിനോ ആസിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു കോമ്പോസിഷനായിട്ട് അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഹണി ഡ്യൂ എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് അട്രാക്ട്സ് ആൻസ് ഫോർ ഫീഡിങ്. ഓക്കെ, ഇവർ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഈ ഫീസസ് ആൻസ് എടുത്തുകൊണ്ട് പോകും. അപ്പം ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള നീരൂറ്റി കുടിക്കുന്ന ജീവികൾ നമ്മുടെ പ്ലാന്റിലുണ്ട് എന്നുണ്ടെങ്കിൽ ആൻസിനെ നോക്കിയാൽ മതി. ഉറുമ്പുകൾ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഈ ഇൻസെക്ട്സ് ആ പർട്ടിക്കുലർ പ്ലാന്റിൽ ഉണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള എന്തെടുക്കണം? ഇവരെ മാറ്റാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള മെത്തേഡ്സ്, മാനേജ് ചെയ്യാനുള്ള മെത്തേഡ്സ് സ്വീകരിക്കണം. ഓക്കെ, അതാണ് അബ്സോർപ്ഷനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ഈ ഇത്രയും പറഞ്ഞ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഇൻസെക്ട്സിലേക്കുള്ള കാര്യമാണ് ഈ എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് എന്ന് പറഞ്ഞാൽ. പർട്ടിക്കുലർ സിസ്റ്റം മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഈ സിസ്റ്റം, ആ എലിമെൻ്ററി കനാൽ ഓഫ് കോക്രോച്ച് വായിച്ചു നോക്കുമ്പം നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഇമേജ് കിട്ടും. അത് ഞാൻ ഇനി എക്സ്ട്രാ ആയിട്ട് പഠിപ്പിക്കുന്നില്ല, കാരണം ഈ പഠിപ്പിച്ച കാര്യം തന്നെ ഒന്നും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു സിസ്റ്റം പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.